പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് എല്ലാ സത്യങ്ങളും നയനയോട് തുറന്നു പറഞ്ഞു. നയന ആദർശിന് സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ദേവയാനി ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു ടെൻഷൻ ആദർശിന് ഇപ്പോഴും മനസ്സിലുണ്ട്. ഒപ്പം തന്നെ എങ്ങനെയെങ്കിലും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ടും ആദർശ് ശ്രമിക്കുകയാണ്. എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നയനയും ആദർശും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആദർശ് നയനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു. നയനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു സന്തോഷത്തിലാണ് ആദർശ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഭി ആദർശിനെ അവിടെ വെച്ച് കണ്ടല്ലോ. എന്നാൽ ആദർശിനെ ഒരുപാട് അപമാനിക്കുന്ന രീതിയിലാണ് അഭി സംസാരിച്ചത്. അനഘയുടെയും ആദർശിന്റെയും ചോരയിൽ പിറന്ന കുഞ്ഞാണ് ചന്തുമോളെന്നും, എന്നാൽ അനഘ സംസാരിക്കാതിരിക്കാനായിട്ട് ആദർശ് തന്നെയാണ് എന്തൊക്കെയോ അപകടങ്ങൾ അനാഘയ്ക്ക് വരുത്തി വെച്ചത്, ആളെ വെട്ടിച്ച് ഇങ്ങനെ ഒരു അപകടത്തിൽ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോ ആദർശിന് അത് സഹിച്ചില്ല. അഭിക്ക് നല്ല അടിയൊക്കെ കൊടുത്തതിന് ശേഷം അഭിയോട് ആദർശ് വെല്ലുവിളിച്ചു. ഞാൻ ഒരു കാരണവശാലും അനഘയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അനഘ എത്രയും പെട്ടെന്ന് സംസാരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ചന്തുമോള് എൻ്റെ മകളല്ല. ഞാൻ ആ നിമിഷത്തിൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ സമ്മതിച്ചു എങ്കിൽ പോലും എൻ്റെ മകളല്ല ചന്തുമോള്. അത് അനഘയ്ക്കും അറിയാം, എനിക്കും അറിയാം. അനഘ അനന്തപുരിയിലുള്ള കൊച്ചുമകനാണ് എൻ്റെ മകളുടെ അച്ഛൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ വേറൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ആരുടെ പേരാണെന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നീ ഇത്രത്തോളം എൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞ ആദർശ് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നത് അനഘ ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എന്ന് തന്നെയാണ്, സംസാരിക്കണം എന്ന് തന്നെയാണ്. എന്നാൽ അനഘ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് നീ തന്നെയായിരിക്കും, നീ മാത്രമായിരിക്കും. അത്രത്തോളം കൊടൂര വിഷമാണ് നിന്റെ മനസ്സിലുള്ളത്. നീ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ള തെളിവുമായിട്ട് ഒരിക്കൽ അനഘ ഉറപ്പായിട്ടും തിരിച്ചു വരും. നീ അനഘ സംസാരിക്കരുത് എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അനഘ സംസാരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അമ്പലങ്ങളിലും വഴിപാട് നേർന്ന് പ്രാർത്ഥിക്കുകയാണ് അനഘ തിരിച്ച് ജീവിതത്തിലോട്ട് വരാനായിട്ട്, അനഘ ഒന്ന് സംസാരിക്കാനായിട്ട്. എന്നാൽ അന്ന് അനഘ സംസാരിക്കുന്ന അന്ന്, അനഘ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന അന്ന് ആയിരിക്കും നിന്റെ അന്ത്യം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആദർശ് പോയത്. അപ്പോൾ ആദർശിന്റെ ആ വാക്കുകൾ കൂടി കേട്ടപ്പോൾ അഭിക്കൊന്ന് ടെൻഷൻ കൂടി. അനഘ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊരു പേടി ആദർശിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദർശിന്റെ അല്ല, അഭിയുടെ മനസ്സിൽ. അതുകൊണ്ട് അഭി ഉടനെ തന്നെ അനഘയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അഭി പറയുന്ന അല്ലെങ്കിൽ ആര് എന്ത് പറഞ്ഞാലും അനഘയ്ക്ക് അത് കേൾക്കാം, മനസ്സിലാകും. എന്നാൽ തിരിച്ച് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അഭി പല കാര്യങ്ങളും അനഘയോട് പറയുകയും, എന്നിട്ട് ആദർശ് ഇപ്പോൾ വന്നിട്ട് പോയതും ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ എനിക്കറിയാം. ആദർശ് ഇപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് ഒരിക്കലും ആദർശിന്റെ കുഞ്ഞല്ല ചന്തുമോള്. പക്ഷേ നീ എപ്പോഴെങ്കിലും സംസാരിക്കും, സത്യങ്ങൾ തുറന്നു പറയും, അപ്പോൾ അവന് രക്ഷപ്പെടാമെന്നാണ് എൻ്റെ ഏട്ടൻ വിചാരിക്കുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെ നടക്കാൻ പോകുന്നില്ല. നീ ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല, നീ ആരോടും ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ നീ സത്യങ്ങൾ പറയുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ ഈ വീടിന് ചുറ്റും ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. നീ ഒന്ന് കൈ ചലിപ്പിച്ചാൽ അപ്പോൾ തന്നെ അവരറിയും. അന്നത്തോടുകൂടി നിന്റെ അന്ത്യമായിരിക്കും എന്ന് അഭി അനഘയോട് വെല്ലുവിളിച്ച് ഒരുപാട് കുറ്റപ്പെടുത്തി, ഒരുപാട് വേദനിപ്പിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സത്യങ്ങൾ എന്തെങ്കിലും പുറത്തു വരണം. ഈ അഭി എന്ന് പറയുന്ന ക്രൂരനായ ആൾക്ക് ശിക്ഷ കിട്ടണം എന്ന് അനഘ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. തിരികെ ആദർശ് വന്നതിന് ശേഷം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നയനയോട് പറയുകയും, എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിന്നോട് സത്യങ്ങൾ പറഞ്ഞപ്പോൾ നീ അത് അംഗീകരിച്ചത് കൊണ്ടാണ്. എന്നാൽ എനിക്ക് ഏറ്റവും വലിയ പേടി ഇപ്പോൾ നിന്നോട് സത്യങ്ങൾ പറഞ്ഞപ്പോൾ നീ എന്നെ അംഗീകരിച്ചു, നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മയോട് സത്യങ്ങൾ പറയുമ്പോൾ എൻ്റെ അമ്മയും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എൻ്റെ അമ്മയും സത്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ അമ്മ എന്നോട് കൂടെ നിൽക്കണം, എന്നെ ചേർത്ത് പിടിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം എന്നും ആദർശ് ആഗ്രഹിക്കുന്നു, മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനിയോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ആദർശ് തീരുമാനിച്ചു. നയനയും നടന്ന സംഭവങ്ങളൊക്കെ ആദർശേട്ടന്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് പറയുന്നത് എന്ന് നയനയും സംബന്ധിച്ചു. അപ്പൊ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ദേവയാനി ഇതിനെപ്പറ്റി ആദർശിനോട് ചോദിച്ചു. എന്നാൽ ആദർശ് സത്യങ്ങൾ പറഞ്ഞെങ്കിലും വിശ്വസിക്കാനായിട്ട് ദേവയാനി തയ്യാറായിരുന്നില്ല.
വീണ്ടും ആ ദേവയാനി ആവർത്തിച്ച് ചോദിച്ചത് ചന്തുമോള് നിന്റെ മകളാണോ എന്നാണ്. എന്നാൽ അല്ല അമ്മേ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ആദർശിന്റെ കരണം പൊട്ടിച്ച് ഒരു അടി ദേവയാനി കൊടുത്തു. ഇപ്പോഴും പലരും ആദർശിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും പലരും ആദർശിനെ വിമർശിക്കാനായിട്ടും അനന്തപുരിയിൽ ആൾക്കാരുണ്ട്. എല്ലാവരിൽ നിന്നും സത്യം ഒരു നാൾ പുറത്തു വരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ആദർശ് നിൽക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ദേവയാനി പോലും ആദർശിനെ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.